ദൃഢപ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. അതായത് തമിഴ്നാട്ടിൽ DMK-യെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നതുവരെ താൻ ചെരുപ്പിടില്ലെന്ന ഉഗ്രശപഥത്തിലാണ് അണ്ണാമലൈ. എല്ലാ തിന്മകളും ഇല്ലാതാക്കാൻ കോയമ്പത്തൂരിലെ തന്റെ വസതിക്ക് പുറത്ത് സ്വയം 6 തവണ ചാട്ടവാറടി നടത്തുമെന്നും സംസ്ഥാനത്തെ മുരുകക്ഷേത്രങ്ങളിൽ പോകുന്നതിനായി 48 ദിവസം ഉപവസിക്കുമെന്നും അണ്ണാമലൈ പറയുകയുണ്ടായി. നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: DMK-യെ താഴെ ഇറക്കുന്നതുവരെ കാലിൽ ചെരുപ്പിടില്ല. പണം കൊടുത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കില്ല. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ശക്തമായി തന്നെ പോരാടും. DMK-യെ പുറത്താക്കുന്നതുവരെ തന്റെ ശപഥം തുടരുമെന്നാണ് അണ്ണാമലൈ തുറന്നടിച്ചത്. അണ്ണാമലൈ സർവകലാശാല ക്യാമ്പസിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സർക്കാരിനെതിരെ അണ്ണാമലൈ ആഞ്ഞടിച്ചു. സ്ഥിരം കുറ്റവാളിയായ ജ്ഞാനശേഖരൻ ഇതുവരെയും ഒരു ഗുണ്ടാ ലിസ്റ്റിലും ഇടം പിടിക്കാതിരുന്നത് DMK-യുമായുള്ള ബന്ധം കാരണമാണെന്നാണ് അണ്ണാമലൈ ആരോപിക്കുന്നത്. DMK നേതാക്കളുമായി പ്രതി ജ്ഞാനശേഖരന് അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന നിരവധി ഫോട്ടോകളും രേഖകളും അണ്ണാമലൈ പത്രസമ്മേളനത്തിനിടെ പുറത്തുവിട്ടു. വടക്ക് തെക്ക് രാഷ്ട്രീയം കളിച്ച് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് DMK ശ്രമിക്കുന്നതെന്നും സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ കളി നോക്കി തുപ്പാനാണ് തനിക്ക് തോന്നുന്നതെന്നും അണ്ണാമലൈ തുറന്നടിച്ചു. ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് 19-കാരിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായത്. സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി. ആൺ സുഹൃത്തിനൊപ്പം പള്ളിയിൽ പോയി മടങ്ങുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. ഹൈവേ ലബോറട്ടറിക്ക് സമീപമുള്ള ക്യാമ്പസിന്റെ തുറസായ സ്ഥലത്ത് വെച്ച് തനിക്ക് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ തല്ലി അവശനാക്കിയ ശേഷം കാട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പരാതിയിൽ പറഞ്ഞത്. ദൃശ്യങ്ങൾ ഇയാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തെന്നും ഇത് ഉപയോഗിച്ച് തന്നെ ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതിയായ ജ്ഞാനവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന ആളാണ്. കോട്ടൂർപുരം സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ട്. അതേസമയം DMK, AIADMK എന്നീ 2 പാർട്ടികൾക്ക് മേധാവിത്വമുള്ള രാഷ്ട്രീയമാണ് തമിഴ്നാടിന്റേത്. 70 മുതൽ 80% വോട്ട് വിഹിതവും ഇവർക്കു തന്നെയാണ്. ബാക്കി വരുന്ന 20 മുതൽ 30% വരെയാണ് ബാക്കിയുള്ള പാർട്ടികൾക്കുള്ളത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ DMK കോൺഗ്രസ് സഖ്യത്തിനാണ് മേൽക്കൈ. NDA മുന്നണി ഉപേക്ഷിച്ച AIADMK പുതിയ മുന്നണി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. BJP-യുടെ കെ അണ്ണാമലയാണ് ശ്രദ്ധേയമായ മറ്റൊരു രാഷ്ട്രീയ മുഖം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJP ജയലളിതയുടെ മരണത്തോടെ പിളർപ്പിലൂടെ ശക്തി ക്ഷയിച്ച AIADMK, കാര്യമായ എതിരാളികളില്ലാത്ത DMK, വേരുറപ്പിക്കാൻ കഴിയാത്ത കമൽഹാസൻ, DMK-ക്കൊപ്പം ചേർന്ന് അസ്തിത്വം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും ഇടതു പാർട്ടികളും. ഇതാണ് മൊത്തത്തിലുള്ള രാഷ്ട്രീയ ചിത്രം. ഇതിനിടയിലാണ് അണ്ണാമലൈയുടെ ഈ ശപഥവും.